NSSൽ കുറച്ചുകൂടി ഒരു സ്നേഹവും മര്യാദയൊക്കെ ആകാം. ഏകാധിപത്യ പ്രവണത വേണ്ട, ഒരു വിരട്ടൊന്നും വേണ്ട. വിരട്ട് ഈ സുരേഷ് ഗോപിയൊന്നും വിരട്ടേണ്ട കാര്യമില്ല. സുരേഷ് ഗോപി ഒരു സംസ്ഥാന ഇന്ത്യയിലെ ഒരു മന്ത്രിയാണ്. അദ്ദേഹത്തിന് അങ്ങനെ നമ്മളിപ്പം എൻ്റെ സുഹൃത്താണ് സുരേഷ് ഗോപി, പക്ഷേ അങ്ങനെ ഒരു മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തെ മന്ത്രിയായി കാണണം. വൈസ് പ്രസിഡന്റിനോടൊപ്പം ഞാൻ പത്തനാപുരത്ത് വേദി പങ്കിട്ട ആളാണ്. എന്നെ സംബന്ധിച്ച് അഭിമാനകരമായ മുഹൂർത്തമായിരുന്നു. കാരണം ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റുമായിട്ട് അടുത്ത കസേരയിൽ ഇരിക്കാൻ എന്നെ പോലെ സാധാരണക്കാരന് ഭാഗ്യം കിട്ടിയല്ലോ എന്ന് വിശ്വസിച്ച ആളാണ് ഞാൻ. നമ്മുടെ മുൻ മന്ത്രിയായിട്ടുള്ള ഗണേഷ് കുമാർ അല്ലേ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, അതും സുരേഷ് ഗോപിയെക്കുറിച്ച്, സുകുമാരൻ നായരെക്കുറിച്ച്. എന്തായാലും എനിക്കങ്ങ് ബോധിച്ചു എന്ന് പറയണമല്ലോ. കാരണം സുകുമാരൻ നായർക്ക് കിട്ടേണ്ടത് നല്ല വ്യക്തമായിട്ട് ഗണേഷ് കുമാറിൻ്റെ വായിൽ നിന്ന് തന്നെ കിട്ടിയെന്ന് എടുത്ത് പറയണം. പക്ഷേ എനിക്കതിൽ എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് സുരേഷ് ഗോപിയെക്കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളാണ്. ഗണേഷ് കുമാർ എന്തൊക്കെയാണ് സുരേഷ് ഗോപിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്, പക്ഷേ അതൊക്കെ കഴിഞ്ഞു കേട്ടോ. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഇതിന് സമ്മതിക്കുന്നു. കാരണം പറഞ്ഞത് 100% ശരിയായിട്ടുള്ള കാര്യങ്ങൾ. കാരണം ഈ ആര് എന്ത് വിരട്ടൽ എന്നൊക്കെയുള്ള ആ ഒരു ഇത്, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ സുകുമാരൻ നായർ സുരേഷ് ഗോപിയോട് എടുക്കേണ്ട ഒരാവശ്യമില്ല. അതൊക്കെ കൈ വെച്ചിരുന്നാൽ മതി. അതാണ് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം സുരേഷ് ഗോപി എന്ന് പറയുന്നത് ഒരു മന്ത്രിയാണ്, കേന്ദ്രമന്ത്രിയാണ്, മലയാള സിനിമയിലെ ഒരു സൂപ്പർ സ്റ്റാറാണ്, ഒരുപാട് സഹായങ്ങൾ പലർക്കും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇത്രയൊക്കെ പേരുള്ള ഒരു വ്യക്തിയെ ഇതുപോലെയൊക്കെ ആ ഒരു രീതിയിൽ ആരാണ്, എന്താണ്, മറ്റതാണ്, മറിച്ചതാണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നത് വളരെ മോശവും മ്ലേച്ഛകരവുമായിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും അതിനുള്ള 20 മറുപടി ഗണേഷ് കുമാർ, അതായത് സുരേഷ് ഗോപിയെ എഗെയിൻസ്റ്റ് ആയിട്ട് പല തവണ പല സ്റ്റേജിൽ പോലും പറഞ്ഞിട്ടുള്ള വ്യക്തിയിൽ നിന്ന് തന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു മറുപടി സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ട് കിട്ടിയത് എന്തുകൊണ്ടും നല്ല കാര്യം തന്നെയാണെന്ന് കാര്യത്തിൽ സംശയമില്ല. എന്തായാലും സുകുമാരൻ നായർക്ക് വയറ് നിറച്ച് ഗണേഷ് കുമാറിൻ്റെ വായിൽ നിന്ന് തന്നെ കിട്ടിയത് എന്തുകൊണ്ടും നല്ലതാണെന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം കുറച്ചൊക്കെ നമ്മൾ എന്താ പറയുക, മനസ്സിലാക്കിയിട്ട് ഓരോ കാര്യങ്ങൾ വിളിച്ച് പോകാനായിട്ട് നോക്കണം. അല്ലാതെ ആരെയും എന്തും പറയാം, അതാണ് ഇതാണ്, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ എട്ടാക്കി മടക്കി പോക്കറ്റ് വയ്ക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയാം. എന്തായാലും ഗണേഷ് കുമാർ, നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം എന്തുകൊണ്ടും 100% ശരിയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ന്യായമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. ഇതിന് മുന്നേ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്തായാലും ഇപ്പോൾ മന്ത്രിയല്ല, MLA അല്ല, ഇപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒന്ന് ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ആൾ കുറച്ചൊന്ന് മാറിയെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ മാറി ചിന്തിക്കാനായിട്ട് തുടങ്ങിയെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു മാറ്റമായിരിക്കാം ചിലപ്പോൾ ഇപ്പോൾ കണ്ടത്. അത് വളരെ കൃത്യമായിട്ട് പുള്ളിക്കാരൻ പറഞ്ഞ കാര്യം, ഇനിയിപ്പോൾ എന്ത് തന്നെയായാലും ഏത് കുന്തോ ആയാലും ഇനിയിപ്പോൾ പുള്ളി ഈ പറഞ്ഞ കാര്യത്തിനോട് 100% യോജിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. സുരേഷ് ഗോപിയെക്കുറിച്ച് പറഞ്ഞ കാര്യം, അത് സുകുമാരൻ നായർ പറഞ്ഞത് കുറച്ചൊന്ന് കൂടിപ്പോയി എന്നുള്ളത് ഞാൻ അന്നേ പറഞ്ഞ കാര്യമാണ്. എന്തായാലും അതിനുള്ള മറുപടി ഗണേഷ് കുമാറിൻ്റെ വായിൽ നിന്ന് തന്നെ കിട്ടിയത് എന്തുകൊണ്ടും നല്ലതാണെന്ന് മാത്രമേ പറയുന്നു. ഇനി ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും പലർക്കും തോന്നുന്ന ഒരു കാര്യമാണ്, ഈ പറയുന്ന രീതിയിൽ ഗണേഷ് കുമാർ ഇനിയിപ്പോൾ സംഖ്യകളുടെ കൂട്ടത്തിലേക്ക് ചാടാനായി പോവുകയാണോ എന്നുള്ള ഡൗട്ട് പലർക്കും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് കമ്മികൾക്കും കൊങ്ങികൾക്കും എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ഇത്രയും നാൾ പലതരത്തിൽ പല രീതിയിൽ കുറ്റം പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപിയെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് സുരേഷ് ഗോപിയെ പൊക്കി പറയുന്നു, സുരേഷ് ഗോപിയെക്കുറിച്ച് അത് പറയുന്നു. എന്നാൽ സുകുമാരൻ നായരെ ആ ഒരു രീതിയിൽ എല്ലാ അർത്ഥത്തിലും നല്ല രീതിയിൽ കൊടുക്കുന്ന തരത്തിലുള്ള മറുപടി കൊടുക്കുന്നു. എന്നാൽ സുരേഷ് ഗോപി എൻ്റെ സുഹൃത്താണ്, കേന്ദ്രമന്ത്രിയാണ്, അപ്പോൾ ആ ഒരു ഇതൊക്കെ ഉണ്ട്, ആ ഒരു ബോധമൊക്കെ ഉണ്ട് എന്തായാലും ഗണേഷ് കുമാറിന് എന്നത് യാഥാർത്ഥ്യം. ഇനിയിപ്പോൾ എന്താണ് ഈ ഒരു മാനസാന്തരത്തിൻ്റെ കാരണമെന്ന് മനസ്സിലാവുന്നില്ല. ഈ പറയുന്ന പോലെ തന്നെ ഇനിയിപ്പോൾ BJP പാളയത്തിലേക്കെങ്ങാനും ഇനിയിപ്പോൾ ചാടാൻ വല്ല ഉദ്ദേശവും ഉണ്ടോ, അതല്ല ഈ പറയുന്ന രീതിയിൽ ഒരു സുഹൃത്ത് എന്ന നിലയിൽ ഈ പറയുന്ന രീതിയിൽ സുകുമാരൻ നായർ പറഞ്ഞ ആ ഒരു കാര്യം ശരിയല്ല എന്ന് തോന്നിയിട്ട് തുറന്നടിച്ച് പറഞ്ഞതായിരിക്കാം എന്നുള്ളതും കരുതാം. എന്തു തന്നെയായാലും കൊടുത്ത മറുപടി ഒട്ടും കുറഞ്ഞു പോയില്ല. നല്ല രീതിക്കുള്ള മറുപടി എന്തായാലും സുകുമാരൻ നായർക്ക് കൊടുക്കേണ്ട രീതിയിൽ, കിട്ടേണ്ട രീതിക്ക് നല്ല കൊടുത്തിട്ടും പറഞ്ഞിട്ടുമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.